ഹായ് ഫ്രണ്ട്സ്, സാൻഡ്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം ചെടികൾ ഇഷ്ടപ്പെടുന്ന, പൂക്കൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഐറിസ് വോക്കിംഗ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ് നമുക്ക് ഇലച്ചെടിയായിട്ടും കാണാനും അതുപോലെ തന്നെ പൂച്ചെടിയായിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതിൻ്റെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്നവർ കമൻറ്റും ചെയ്യുക. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം. ഫേസ്ബുക്കിൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും മറക്കരുത്. അപ്പം ഇതിൻ്റെ പേര് തന്നെ കണ്ടോ, ഐറിസ് വോക്കിംഗ് എന്നാണ് ഈ ചെടിയുടെ പേര്. ആ പേര് വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഇത് കണ്ടോ, ഇതിൽ പൂക്കൾ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇതുപോലെ ചെറിയ തണ്ടുകൾ വരും. തണ്ടുകൾ വന്നിട്ട് അതിൻ്റെ അറ്റത്താണ് തന്നെ ഇതുപോലെ പൂക്കളുണ്ടാകുന്നത്. ഈ ഉണ്ടാകുന്ന ഓരോ പൂവും ഓരോ തൈകളാണ്. ഇതിൽ കുലകുലയായിട്ട് പൂക്കളുണ്ടാകും. ഇപ്പം നമുക്ക് വേണ്ട 2 പൂക്കളേ ഉള്ളൂ. ഇതെല്ലാം നേരത്തെ പൂക്കൾ വന്നിട്ടുള്ളതിൻ്റെ അടയാളങ്ങളാണിത്. കാരണം ഓരോ പൂക്കൾ വന്ന് കഴിയുമ്പോഴുമാണ് ഇതിൽ തൈകൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ ആ ഭാരവും കാരണം ഇത് വേണ്ട ഇങ്ങനെ അങ്ങ് താഴെയോട്ട് മറിയും. ഇതിന് വോക്കിംഗ് ഐറിസ് എന്ന് പേര് വരാൻ കാരണം തന്നെ അതാണ്. അതിനുശേഷം ഈ പൂക്കളുള്ള ഓരോ ഇത് കണ്ടോ, പൂ കൊഴിഞ്ഞു പോയതിന് ശേഷം അതിൻ്റെ അറ്റത്തു നിന്ന് പുതിയ ചെടി വരുവാണ്. ഇത് തറയിലോട്ട് മറിഞ്ഞിട്ട് അവിടെ കിടന്ന് ഇത് പിന്നെയും പുതിയ തൈയായിട്ട് വരും. ഇത് ഇങ്ങനെ ഇതാണ് വോക്കിംഗ് ഐറിസ്. അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കണ്ടോ, ട്രൈമേസിയ എന്നും ഇതിനൊരു പേരുണ്ട്. ഇതിൻ്റെ പൂക്കൾ ഇത് 3 ഇതളുകളാണ് ഇതിൻ്റെ പൂക്കൾക്ക് വരുന്നത്. ഇതിനെ ട്രൈമേസിയ എന്നും അറിയപ്പെടുന്നുണ്ട്. കണ്ടോ, ഇതിനെ നല്ല ഭംഗി, ഇതിനെ കാണാൻ കൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗി. അതുപോലെ ഇത് പീക്കോക്ക് പീലി വിടർത്തി നിൽക്കുന്നത് പോലെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ പീക്കോക്ക് ലില്ലി എന്നും ചിലർ വിളിക്കാറുണ്ട്. കണ്ടോ, അപ്പം ഇത് നിങ്ങളുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പല കളറുകളുണ്ടോ ഉള്ളവർ കമൻറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ യെല്ലോ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പിങ്ക് ആണെങ്കിലും വയലറ്റ് കളറൊക്കെ ആണെങ്കിലും ബ്ലൂ കളർ, അങ്ങനെ ഒരുപാട് കളറിൽ ഈ പ്ലാന്റ് ഉണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഭാഗികമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് ഐറിസ് ലില്ലി വളരുന്നതിന് ഏറ്റവും അനുയോജ്യം. അതുപോലെ ഇത് ലക്കി ബാമ്പുവിൻ്റെ കൂട്ടത്തിലാണ് പല ആളുകളും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻഡോറായിട്ടും വെക്കുന്നുണ്ട്. ഇൻഡോറായിട്ട് വെക്കുമ്പോഴത്തേന് ഒരാഴ്ച ഇൻഡോറിൽ വെക്കുക, അതിനുശേഷം ഒരാഴ്ച പുറത്ത് വെക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ചെടിയുടെ ലൈഫിന് ഏറ്റവും നല്ലത്. ഇത് എത്ര നാൾ വേണമെങ്കിലും നിൽക്കുന്ന ചെടിയാണ്. അപ്പോൾ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് നമുക്ക് കുറേ നാൾ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ വരുന്ന തൈകൾ അതാത് സമയം തന്നെ മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത് മാറ്റാൻ വലിയ പാടൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഈ തൈ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ചിലതിൻ്റെയൊക്കെ ഇവിടെ വേരും കാണുവേ. വേര് ഇതിൻ്റെ ഈ സൈഡിൽ ഇവിടെ ആയിട്ട് വേര് കാണും. അതിനെ എടുത്ത് നമ്മൾ ഡയറക്റ്റ് തന്നെ ഇങ്ങനെ അങ്ങ് നട്ട് കൊടുത്താൽ മതി. ഇത് ഞാൻ വെറുതെ ഇളക്കമുള്ള പോട്ടി മിക്സ് ഉള്ള ഒരു ഇതാണ്. ഇതിനകത്ത് വെറുതെ ഇങ്ങനെ വരുന്ന എല്ലാം എടുത്ത് കുത്തി വെച്ചതാണ്. അപ്പം നമ്മുടെ ഈ ചെടിയുടെ ലൈഫിന് ഏറ്റവും നല്ലത് ഇങ്ങനെ വരുന്ന ഓരോന്നും പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിതിനെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് പിന്നെയും സ്റ്റാൻഡ് ചെയ്ത് വെക്കുക. പിന്നെ ഇത് അവിടെ നിന്ന് വലിയ ചെടിയായിട്ടൊക്കെ വരും. അപ്പോൾ ഒത്തിരി ഹെവി ആയിപ്പോവും. അപ്പോൾ ചെടിക്കെല്ലാം കൂടെ താങ്ങാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ഇതിൻ്റെ വളത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരുപാട് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചാണകപ്പൊടിയോ അതുപോലെ എന്തെങ്കിലും കമ്പോസ്റ്റോ അങ്ങനെയൊക്കെ വല്ലപ്പോഴും 2-3 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുത്തേച്ചാൽ മതി. എന്നാൽ ഇതിന് നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഈ പ്ലാന്റ് ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോഴത്തേനും നിങ്ങളിത് കൊണ്ടുവെക്കണം. കാരണം ഇത് ഇലച്ചെടിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.